ഈ മമ്മൂട്ടി മോഹൻലാലും ഒന്നും ആ വിഗ് ഊരി വെച്ചിട്ട് അവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്ന് എനിക്കത് ഇറ്റ് ഇസ് ദെയർ ചോയ്സ്. പക്ഷെ എന്നാലും ഈ കാപ്പട്യം നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ്? ഈ 60 years old, മമ്മൂട്ടിക്ക് എത്ര 74 70? അവരായിട്ട് നമുക്ക് കാണാൻ ഇഷ്ടം ഉണ്ടാവില്ലേ? ഈ പുട്ടിയടിച്ച് ബിഗ് മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും പിന്നെ പല നടന്മാരാണെങ്കിലും ഇവരൊക്കെ വിഗ് വെച്ച് നടക്കാറുണ്ട്. ഇപ്പൊ വിഗ് വെച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര മഹാകാര്യമൊന്നുമല്ല. അവരവരുടെ ഇഷ്ടമാണ് അവനവൻ വിഗ് വെക്കണോ വേണ്ടയോ എന്ന്. അതായത് ചിലർക്ക് അവരുടെ ആ ഒരു തല ആൾക്കാരെ കാട്ടാൻ തോന്നും, അതായത് മുടിയില്ലാത്ത തല ആൾക്കാരെ കാട്ടാൻ തോന്നും. ചിലർക്ക് ചിലപ്പോൾ വല്ല സ്റ്റൈലിന് വേണ്ടിയിട്ടായിരിക്കും വെക്കണത്. അങ്ങനെ പല പല കാരണങ്ങളായിരിക്കും ഓരോരുത്തരും വിഗ് വെക്കണതിനുള്ള കാരണങ്ങൾ. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് വിഗ് വെക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വിഗ് വെക്കും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വിഗ് വെക്കൂല എന്നൊക്കെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഈ വിഗ് വെക്കുക, അതേപോലെ വിഗ് വെക്കാണ്ടിരിക്കുക എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായി. അപ്പോൾ ഈ വീഡിയോനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുള്ളിക്കാരി വന്നിരുന്നിട്ട് ആ പുള്ളിക്കാരിയുടെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ആ പുള്ളിക്കാരി വന്നിരുന്നിട്ട് അങ്ങോട്ട് ഭയങ്കര, അതായത് ഈ ഉപദേശം ഊഞ്ഞാലാട്ടലും കൂടെ ഒരുമിച്ചെന്ന് പറയില്ല, അതേപോലത്തെ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് പുള്ളിക്കാരി തന്നെ പറയും അത് ഇത് വിഗ് വെക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്നൊക്കെ പുള്ളിക്കാരി തന്നെ പറയാം. എന്നിട്ട് കുറച്ച് അടുത്ത സെക്കൻഡിൽ തന്നെ പുള്ളിക്കാരി പറയും എന്നാലും അവരെന്തിന് വിഗ് വെക്കുന്നു എന്നുള്ള രീതിക്കുള്ള ചോദ്യം കൂടെ വരും. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കുറച്ച് തുടക്കം തന്നെ ചോദിക്കട്ടെ, എന്താണ് മോഹൻലാലിനോട് ഇത്ര ദേഷ്യം? അയ്യോ, മോഹൻലാലിനോട് ദേഷ്യമൊന്നുമില്ല. അയ്യോ അങ്ങനെ പറയല്ലേ, ദേഷ്യമൊന്നുമില്ല. ക്രിട്ടിസൈസ് ചെയ്യുന്നോണ്ടാണോ? അതായത് വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നു, അതല്ലേ? അതല്ല താങ്കൾ ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും പറയണ്ടേ എന്നുള്ള ഒരു ചോദ്യമില്ലേ? ആരെങ്കിലും പറയണ്ടേ? ഓക്കെ, അപ്പൊ ഈ പുള്ളിക്കാരി ഈ മോഹൻലാലിനെയൊക്കെ പറ്റി ഒരുപാട് ക്രിറ്റിസിസം എന്നൊക്കെ പറയുന്ന രീതിക്ക് കുറെ കാര്യങ്ങൾ ഈ പുള്ളിക്കാരി വിളിച്ചു പറയാറുണ്ട്. ഈ മോഹൻലാലിനെ പറ്റിയാണെങ്കിലും മമ്മൂട്ടിനെ പറ്റിയാണെങ്കിലും മോഹൻലാലിനെ പറ്റിയാണ് മെയിൻ വിളിച്ചു പറയാറുണ്ട് ഈ പുള്ളിക്കാരി ഇരുന്ന്. അപ്പൊ ഇപ്പൊ ഈ ആങ്കർ ചോദിക്കുന്നതാണ് അപ്പൊ ഈ മോഹൻലാലുമായിട്ട് എന്താണ് വിഷയം എന്നുള്ള, അതായത് എന്താണ് ഇത്ര ദേഷ്യം എന്നൊക്കെ ഉള്ള രീതിക്ക് ആങ്കർ ചോദിക്കുമ്പോഴത്തേക്ക് ഇവര് പറയണതെന്ന് പറഞ്ഞാൽ, അതായത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയണ്ടേ. അതായത് ഇപ്പൊ ഒരാളെ പറ്റി ആരും ഒന്നും പറയാത്തോണ്ടാണ് നമ്മൾ പറയേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പൊ ഇവരെ പറ്റി തന്നെ എന്തെങ്കിലും ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് ഒരാൾ വിമർശിക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കണേണ് ആരും ഇവരെ വിമർശിക്കല്ല, എന്നാ ഞാൻ വിമർശിച്ചേക്കാം എന്നുള്ള വിമർശിക്കണതിനോട് എനിക്ക് വലിയ ഇങ്ങനെ അഭിപ്രായമൊന്നും അങ്ങനെ ന്യായമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മൾ ഒരാളുടെ എന്തെങ്കിലും തെറ്റ് കാണുകയാണെങ്കിൽ നമുക്ക് വിമർശിക്കാം, അല്ലാണ്ട് ആരും വിമർശിക്കല്ല എന്ന് പറഞ്ഞ് വിമർശിക്കുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബാക്കി എന്തോ ഞാൻ ഈ മോഹൻലാലിനെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയം ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ നമ്മൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി അല്ലെങ്കിൽ ഇത്രയും അറിവോടുകൂടി പറയുന്നത്. എനിക്ക് ഇദ്ദേഹത്തിന് പരിചയമുള്ളതെന്ന് പറഞ്ഞാൽ 2002 ഓക്കെ, അപ്പൊ 2002 മുതൽ ഇവർ തമ്മിൽ പരിചയം ഉണ്ടെന്ന്, അതായത് മോഹൻലാലും ഈ പുള്ളിക്കാരി തമ്മിൽ പരിചയം ഉണ്ടെന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പരിചയം നോക്കണമെങ്കിൽ ഇവർ മുമ്പ് ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗം പോലെ, അതായത് ഇപ്പൊ ഈ ആങ്കർമാർ ഇങ്ങനെ ഒരുമാതിരി റോസ്റ്റിംഗ് പോലത്തെ രീതിക്കാണ് ഇവർ അന്ന് മോഹൻലാലിനോട് ചോദ്യം ചോദിച്ചത്. അപ്പൊ അതിന്റെ കാര്യമൊക്കെ ഇവർ പറയുന്നുണ്ട്, നമുക്കൊന്ന് കണ്ടു. അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ക്രോസ് എക്സാമിനേഷൻ പോലെ ഒരു രീതിയിൽ ഇങ്ങനെ ചോദിച്ചിട്ട് പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇടുകയാണ്, ഇത് ബിഗാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് ആ ഫ്ലോയിൽ അല്ല പുള്ളിയുടെ ആൻസറിൽ അതെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം മുഴുവൻ എപ്പിസോഡൊക്കെ ഷൂട്ടൊക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുകയാണ്. ഒരു ശാസനാത്മകമായി തന്നെ ആവശ്യപ്പെട്ടത് ആ ചോദ്യം ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പ്രോഗ്രാമല്ല, ജീവൻ ടി വിയുടെ പ്രോഗ്രാമാണ്, ഐ എം ഓൺലി ദ ഹോസ്റ്റസ്, എൻ്റെ പ്രൊഡക്ഷൻ പോലും അല്ല. അപ്പോൾ ഞാൻ ഉടനെ ചാനൽ തന്നെ അന്നത്തെ എൻ്റെ ചീഫ് എന്ന് പറയുന്ന, ചീഫല്ല ആ പ്രോഗ്രാമിൻ്റെ ഇൻചാർജ് ഉണ്ടായിരുന്ന ആളെ അല്ല അപേക്ഷയായിരുന്നു അത്. പക്ഷേ അതൊരു ശാസനാത്മകമായിട്ട് തന്നെയുള്ളൊരു ആവശ്യമാണ്. അതൊരു അങ്ങനെ ഭീഷണിയൊന്നുമല്ല കേട്ടോ, അങ്ങനെയൊന്നുമല്ല. ഓക്കെ, അപ്പൊ മോഹൻലാൽ വന്ന് ഈ പുള്ളിക്കാരിയുടെ അടുത്തൊരു ഇന്റർവ്യൂവിന് വേണ്ടി വന്നപ്പോഴത്തേക്കും, ജീവൻ ടിവിനകത്ത് വേണ്ടി വന്നപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരി ഒരു ചോദ്യം ചോദിച്ചു. അതായത് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് കയറി ഇത് വിഗാണോ എന്നുള്ള രീതിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറിയാണ് ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മോഹൻലാൽ അറിയാണ്ട് പറഞ്ഞു പോയത്, അതായത് ഇത് വിഗാണെന്നുള്ള രീതിക്ക് അറിയാണ്ട് പറഞ്ഞു പോയി. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം നമ്മളൊരു കാര്യം അറിയാണ്ട് നമ്മുടെ വായെന്ന് വന്നു പോയത്, അതായത് നമുക്ക് പുറത്ത് വരണ്ടെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം അറിയാണ്ട് വന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ആ ഷോ നടത്തി അവരെ വിളിച്ചിട്ട്
ചോദിച്ചിട്ട് നമുക്ക് പറയാം അതെ ഈ ഒരു പോർഷൻ ഇടരുത് എന്ന് നമുക്ക് വേണമെങ്കിൽ അവരോട് പറയാം. അത് പറയുന്നത് നമ്മുടെ ഇഷ്ടമാണ്. കാര്യം നമുക്ക് ആ ഒരു പോർഷൻ നമ്മുടെ ഭാഗം വരണ്ടെന്നുള്ളത് കൊണ്ട് നമ്മൾ അതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ ആ ഇന്റർവ്യൂ എടുക്കുന്നത്. കാര്യം ഇവര് നമ്മൾ പറയുന്നതേ ഇടുകയുള്ളൂ എന്നൊക്കെ അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ ആ ഇന്റർവ്യൂ എടുക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ലാലേട്ടൻ എന്ത് പറഞ്ഞു, ഇവരെ വിളിച്ചിട്ട് പറഞ്ഞ് ആ ഒരു പോർഷൻ ഇന്റർവ്യൂവിനകത്ത് ഇടരുതെന്ന് പറഞ്ഞു. അത് അത്ര മോശം കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാര്യം പുള്ളിക്ക് താല്പര്യം ഉണ്ടാവില്ലെങ്കിൽ ആ ഒരു പോർഷൻ പുറത്തു വരാനായിട്ട്. അതുകൊണ്ട് പുള്ളി അത് ഇടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം അത് കൗമുദി TV നമ്മുടെ ജീവൻ TV ലാസ്റ്റ് അത് കട്ട് ചെയ്യണ്ടായി, ആ ഒരു പോർഷൻ കട്ട് ചെയ്ത്. അപ്പൊ ഇവരിപ്പോ ഇത് എടുത്ത് ഇവിടെ പറയേണ്ട ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞ. ഈ ഒരു അന്നത്തെ ആ വിഗിന്റെ കേസ് ഇവർ ഇപ്പൊ ഇവിടെ പറയേണ്ട എന്ത് കാര്യമാണ് വീട്ടിൽ. Then again I go back. അദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള ഒരു പെർസുവേഷൻ ആയതുകൊണ്ട് തന്നെ ഐ വുഡൻറ്റ് കോൾ ഇറ്റ് പ്രഷറൈസ് ചെയ്യുമായിരുന്നില്ല. പെർസുവേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ചാനലിനോട് സംസാരിച്ചിട്ട് എഡിറ്റിങ്ങിന് ഞാൻ ഇരിക്കണമെന്ന് നിർബന്ധം പറഞ്ഞു. ഞാനും കൂടി പോയി എഡിറ്റിങ്ങിലിരുന്ന് ഈ പറയുന്ന പോർഷൻ ഡിലീറ്റ് ചെയ്ത് മാറ്റും. അപ്പോൾ ഞാൻ വളരെ ടാക്ട്ഫുള്ളായിട്ട് എന്ന് ഞാൻ കരുതുന്ന രീതിയിൽ ചോദിച്ച് വരുത്തിയ ഒരു ക്വസ്റ്റ്യനാണത്. ദാറ്റ് വാസ് ഇൻ 2003 മറ്റോ ആണ്. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രിയപ്പെട്ട മോഹൻലാൽ 25 വയസ്സ് എന്ന് പറയുന്ന ആ സമയത്താണ് ഇതെടുക്കുന്നത്. ദാറ്റ് ഈസ് 2003 എന്ന് പറയുമ്പം ദിസ് ഇസ് 20 years later അല്ലേ. ഈ 20 years laterും ഈ മമ്മൂട്ടി മോഹൻലാലും ഒന്നും ആ ബിഗ് ഊരി വെച്ചിട്ട് അവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്ന് എനിക്കത് ദിസ് ഇസ് ദെയർ ചോയ്സ്. പക്ഷെ എന്നാലും ഈ കാപട്യം നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ്? ഈ 60 years old, മമ്മൂട്ടിക്ക് എത്ര 74 70? അവരായിട്ട് നമുക്ക് കാണാൻ ഇഷ്ടമുണ്ടാകും. ഇവിടെയാണ് വിഷയം. അതായത് ആ പുള്ളിക്കാരി തന്നെ ആദ്യം പറയുന്നുണ്ട് ദിസ് ഈസ് അവർ ചോയ്സ്. അതായത് ഇത് അവരുടെ ചോയ്സ് ആണെന്ന് ആ പുള്ളിക്കാരി പറയുന്നുണ്ട്. ശരിക്കും അതാണ് അതിനുള്ള ഏറ്റവും വലിയ ഉത്തരം. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരി അടുത്ത വായിലാന്ന് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കാപട്യം നിറഞ്ഞ ഇതൊക്കെ വെച്ചിട്ട് എന്ത് കാപട്യം? അവരവരുടെ ഇഷ്ടം, അവരെങ്ങനെയോ നടക്കട്ടെ. അവരിപ്പം ഇത്ര നാളെ എങ്ങനെയാണോ നമ്മുടെ മുമ്പിൽ വന്നത് അതേപോലെ തന്നെ വരാനായിരിക്കും അവർക്ക് ഇഷ്ടം, അതേപോലെ തന്നെ കാണാനായിരിക്കും നമുക്കും ഇഷ്ടം. അപ്പൊ അവരെങ്ങനെയാണോ അതേപോലെ വരട്ടെ. അല്ലാണ്ട് നിങ്ങൾ ഇപ്പൊ അവര് കാപട്യം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്, ഇതൊക്കെ നിങ്ങൾ നോക്കണ എന്തിനാന്ന്? അവരുടെ ഇഷ്ടമെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അടുത്ത് ഇതിനകത്ത് നിങ്ങൾ തന്നെ മാറ്റി പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്ക്. ഇത് നിങ്ങൾ രണ്ട് സ്ഥലത്ത് നിങ്ങളൊന്നും ചാടിക്കൊണ്ടിരിക്കല്ലേ. ഈ പുട്ടിയടിച്ച് വിഗ് വെച്ച് അത് വിഗും കറുത്ത വിഗൊക്കെ വെച്ച് വന്ന് എന്തൊരു കാപട്യമാണത്. സംസാരവും അപ്പിയറൻസിൽ പോലും നമ്മളെ കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അത് ഓവർ ഇയേഴ്സ് അല്ലേ, നമ്മൾ 20 വർഷം 40 വർഷം മുമ്പേ കണ്ടു തുടങ്ങിയ അതുപോലെ തന്നെ നമ്മൾ ഐ ഡോണ്ട് നോ, എനിക്കത് ഡൈജസ്റ്റ് ചെയ്തു. ഇപ്പൊ ഇവര് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഇപ്പൊ ഇവർ ഇത്രയും നാളായിട്ട് സിനിമയിനകത്തുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഈ മോഹൻലാലാണെങ്കിൽ മമ്മൂട്ടി ആണെങ്കിലും ഇവർക്ക് ഇത്രയും നാളായിട്ട് സിനിമയിനകത്തുള്ള ആൾക്കാരാണ്. അപ്പൊ ഇപ്പൊ ഈ ഇടയ്ക്കാണ് ഇപ്പൊ നമ്മള് നാച്ചുറൽ ആയിട്ട് വരാന്നുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഈ ഇടയ്ക്കാണ് തുടങ്ങിയത്. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നേട്ടെ ഈ ഒരു സംഭവത്തിനകത്ത്. അപ്പൊ ഈ നാച്ചുറൽ ആയിട്ട് വരാം, അതായത് ഇപ്പൊ നമ്മൾ മനുഷ്യന്മാർ എങ്ങനെയാണോ നോർമലി അതേപോലെ വരാന്നുള്ളൊരു ഇതൊക്കെ ഈ അടുത്താണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇവര് സിനിമയിൽ വന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. ആ ഒരു രീതിക്കാണ് എല്ലാവരും ഈ ഒരു സംഭവത്തിന് നോക്കിക്കേണ്ടത്. അതായത് ഒരു സിനിമ നടൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കണം, പുള്ളിക്ക് മുടി ഉണ്ടാവണം, പുള്ളി ഇന്നൊരു സ്കിൻ ടോൺ ആയിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം എല്ലാവരെയും മനസ്സിലുണ്ടായ ഒരു ടൈമിനകത്താണ് ഇവരൊക്കെ സിനിമയിനകത്തേക്ക് വന്നത്. അപ്പൊ ആ ഒരു ടൈം മുതൽ സിനിമയിനകത്ത് നിൽക്കണോണ്ട് തന്നെ അപ്പൊ ആ ഒരു സമയത്ത് ഇവര് ബിഗൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റൊക്കെ ആയിട്ടാണ് എല്ലാവരെയും മുമ്പിൽ ഫസ്റ്റ് തുടങ്ങി ഇവരങ്ങനെയാണ് വന്നേക്കണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഇവര് വിഗൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇതാണ് എന്റെ ഒറിജിനൽ ഇതെന്നൊക്കെ പറഞ്ഞ് വരുന്നത് അത് അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ വരുന്നില്ല. അപ്പൊ ഇവർക്ക് അതിനകത്ത് എന്താ കുഴപ്പമൊന്നും എനിക്ക് മനസ്സിലാവുള്ളൂ. ആസ് എ പേഴ്സൺ സംഗീത ലക്ഷ്മണി മോഹൻലാലും തമ്മിൽ ആ ഇൻട്രൊഡക്ഷൻ എങ്ങനെ പോയി എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല. മോഹൻലാലിൻ്റെ അമ്മാവനെ അദ്ദേഹം എൻ്റെ ഓഫീസിലെ എൻ്റെ ഒരു ലീഗൽ ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മാവനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അമ്മാവൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കസിൻ്റെ കാര്യം എൻ്റെ ഒപ്പീനിയൻ എടുക്കാൻ മാത്രമാണ് ചെയ്തത്. ഞാൻ വക്കാലത്തൊന്നും ഇട്ടിട്ടില്ല. അതേ ഓൾറെഡി ഹാഡ് എ ജഡ്ജ്മെൻറ്റ്, ഡിസ്ട്രിക്ട് കോർട്ടിൽ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ ജഡ്ജ്മെൻറ്റിൻ്റെ പുറത്ത് ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സാർ എന്നെ വന്ന് കാണുന്നത്, മോഹൻലാലിൻ്റെ അമ്മാവൻ. അപ്പം നല്ല ഭംഗിയുള്ളൊരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഒരു അമ്മാവൻ. നല്ല ഭംഗിയുള്ള ഒരു എൽഡർലി പേഴ്സൺ, വെരി ഹാൻസം ജെന്റിൽമാൻ. അദ്ദേഹം വന്ന് കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ ജഡ്ജ്മെൻറ്റ് വായിച്ചു. എന്നിട്ട് ഞാനത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ പറയുന്ന മകളും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മോൾ എന്നെ ഒരു പ്രാവശ്യം വന്ന് കാണുകയും ചെയ്തു. ഞാനെന്ന് പറയുന്ന അഡ്വക്കേറ്റിൽ എന്തെങ്കിലും മെറിറ്റ് ഉണ്ടായിട്ടായിരിക്കണമല്ലോ. 2002 മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ അമ്മാവനെ, ഞാനെന്ന് പറയുന്ന സംഗീത ലക്ഷ്മണൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് ഒരു അഡ്രസ്സ് ഉള്ളത് കൊണ്ടും അതിൽ എനിക്ക് മെറിറ്റ് ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് തോന്നിയതും കൊണ്ടാവണമല്ലോ എൻ്റെ അടുത്തേക്ക്
അതിൽ ചിലപ്പോൾ ലാലേട്ടൻ ഇന്ന് ദുഃഖിക്കുണ്ടാവും എന്നാണ് എനിക്ക് തോന്നണത്. കാര്യം ഇവരോട് അന്ന് ഇവരുടെ അടുത്ത് പോയില്ലായിരുന്നെങ്കിൽ ഇവർ ചിലപ്പോൾ ഇന്ന് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇരുന്ന് ഇങ്ങനെ ഈ വിഗിന്റെ കാര്യം അതേപോലെ കാപട്യത്തിന്റെ കാര്യമൊക്കെ ഇവർ വിളിച്ച് പറയൂലായിരുന്നു എന്ന് ചിലപ്പോൾ മോഹൻലാൽ വിചാരിക്കണ്ടാവും എന്നാണ് എനിക്ക് തോന്നണത്. കാര്യം അമ്മാതിരി വർത്താനമാണ് ഇവരെന്തിനാണെന്ന് അവരുടെ കാര്യം അന്വേഷിക്കാൻ പോണത്. അവർ വിഗ് വെച്ചോ വിഗ് വെക്കാതെയോ നടക്കട്ടെ, അവരുടെ ഇഷ്ടം. അതേപോലെ പ്രേക്ഷകർക്ക് അവരെ കാണാനായിട്ട് ഇത്ര നാൾ എങ്ങനെയാണ് അവരെ കണ്ടത് അതേപോലെ തന്നെ കാണാനായിട്ടായിരിക്കും ജനങ്ങൾക്ക് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അതേപോലെ വരാനായിട്ടായിരിക്കും അവർക്കും ഇഷ്ടം. ഇതിൽ ഈ കാപട്യോ എന്നൊക്കെ പറയാൻ മാത്രം എന്താണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുള്ളാട്ടെ. കാര്യം അവരാരും പറ്റിച്ചിട്ടൊന്നുമില്ല. കാര്യം അവരുടെ ശരീരത്തിൽ എങ്ങനെയാണോ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റണത് അതേപോലെ അവർ ആൾക്കാരുടെ മുമ്പിലേക്ക് വരുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് എവിടെയാണ് കാപട്യം ഉള്ളതെന്നൊന്നും എനിക്ക് മനസ്സിലാവുള്ളൂ. ഇതേപോലെ കുറെ കാര്യങ്ങൾ ഈ പുള്ളിക്കാരി ഇന്റർവ്യൂവിനകത്ത് വിളിച്ച് പറയുന്നുണ്ട്. അത് കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യാൻ തോന്നിയിട്ട് മാത്രമാണ് ഈ വീഡിയോ എടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റ ബൈ ബൈ. സീ യു.